വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ ഈ വരുന്ന എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഒരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഒരു പാരഗ്രാഫ് ആവാം അല്ലെങ്കിൽ പോയം ആവാം. ഇപ്പം പാരഗ്രാഫ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പോയം ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസിൽ തന്നെ പോയത്തിൻ്റെ പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, അലിട്രേഷൻ, അസോണൻസ് ആൻഡ് പേഴ്സോണിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. കാരണം റൈമിംഗ് സ്കീം നിങ്ങൾക്ക് പുതിയതായിട്ട് 7th സ്റ്റാൻഡേർഡിൽ ഉള്ളതാണ്. പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, അസോണൻസ് പോലുള്ള പോയറ്റിക് ഡിവൈസസുകളും പുതുതായിട്ടാണ് 7th സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. അടുത്തത് കമൻട്രി പുതുതായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഒരു ഡിസ്കോഴ്സാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ കമൻട്രി ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ചിലപ്പം രഞ്ജീസ് മാജിക് ബാറ്റിലെ ഒരു കമൻട്രി, രഞ്ജി സ്പോർട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അന്ന് ഒരു കമൻട്രി എങ്ങനെ ഉണ്ടാവാം, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ക്രിസ്പ് കമൻറ്റ് എന്നുള്ളതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഒരു പുതിയ ആക്ടിവിറ്റിയാണ്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു മൊമെൻറ്റിലുള്ള ഒരു ക്രിസ്പ് കമൻറ്റ്, അതായത് അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ക്രിസ്പ് കമൻറ്റ്, അതുപോലെയുള്ള കമൻറ്റുകൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്രീസിയേഷനാണ്, ആസ്വാദനക്കുറിപ്പാണ്. 2 പോയമാണ് ഈ യൂണിറ്റിൽ വരിക. ലാഫിംഗ് സോങ്ങും അതുപോലെ തന്നെ ഡോസ് ഓഫ് ഡെയറിങ്ങും. ഈ 2 പോയത്തിൻ്റെയും അപ്രീസിയേഷൻ എക്സാമിന് മുന്നേ ആയിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതായിട്ട് ഫെലിസിറ്റേഷൻ സ്പീച്ച്, ആശംസാ പ്രസംഗം, അതും ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഫെലിസിറ്റേഷൻ സ്പീച്ച് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച്, ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സിനെ പറ്റി വ്യക്തമായി പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. ആ ക്യാരക്ടർ, ആ സ്റ്റോറിയിലുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, ഓരോ സിറ്റുവേഷനിൽ അവരുടെ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻവോൾവ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. രഞ്ജീൻ്റെയും അതുപോലെ തന്നെ മിസ്റ്റർ കുമാറിൻ്റെയും ക്യാരക്ടർ സ്കെച്ചൊക്കെ ടെക്സ്റ്റൽ ആക്ടിവിറ്റി ആയിട്ട് 7th സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഏതെങ്കിലും ചാപ്റ്ററിലെ, അതായത് സ്റ്റോറീസിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് ഇമെയിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യവും നമുക്കത് പ്രതീക്ഷിക്കാം. ഇമെയിൽ കൺസ്ട്രക്ഷൻ. ദെൻ ഡയറിയുടെ കേസ് പറയുമ്പോൾ ഇപ്പം 6th സ്റ്റാൻഡേർഡിൽ ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്യാതെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനായ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ബേസ് ചെയ്തിട്ട് ലെറ്ററോ ഡയറിയോ ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്. ചിലപ്പോൾ ആ രീതിയിലുള്ളൊരു ചേഞ്ചും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി ഡയറി എഴുതാനൊക്കെ ആയിട്ട് ശീലിച്ചിട്ട് പോവുക. ചിലപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് തന്നെ ഡയറി ചോദിക്കാം, അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ പാരഗ്രാഫുമായിട്ട് ബേസ് ചെയ്ത ഡയറി ആയിരിക്കാം ചോദിക്കുന്നത്. തോട്ട്, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സമയത്ത് അവരുടെ ചിന്തകൾ എന്തായിരുന്നു എന്നുള്ളത് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് തോട്ട്. കോൺവെർസേഷൻ ആസ് യൂഷ്വൽ നിങ്ങൾ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ചെയ്യുന്ന കാര്യമാണ്. കോൺവെർസേഷനിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്ന് ആ സമയത്ത് അവർ തമ്മിൽ ഇടയുള്ള കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. സോ റീഅറേഞ്ചിങ് ഈവൻറ്റ്സ്, ഓരോ സ്റ്റോറിയും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ സ്റ്റോറീൻ്റെയും ഈവൻറ്റ്സ് കറക്റ്റായ ഓർഡറിൽ പഠിച്ച് വെച്ചിട്ട് പോകുക. സോ ഇൻസ്ട്രക്ഷൻ, എക്സ്പ്രഷൻസ്, സജഷൻസ്, ഇത് ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് വന്നിട്ടുള്ള ഒരു ഡിസ്കോഴ്സാണ്. അതായത് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ഏത് രീതിയിൽ കൊടുക്കാൻ വേണ്ടി, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ സജഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ്, ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ലെറ്റർ, ഏതെങ്കിലും പർട്ടിക്കുലറായ സിറ്റുവേഷൻ തന്ന് അതുമായിട്ട് ബേസ് ചെയ്ത ലെറ്ററും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ, കഴിഞ്ഞ തവണയൊക്കെ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിരിക്കുന്നത്
എന്താ പറയുക 4 പിക്ചേഴ്സ്, അതായത് ഓരോ ഈവൻറ്റ്സ് ആയിട്ട് തന്നിട്ട് അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഒറ്റ വോളായിട്ടുള്ള പിക്ചർ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവാം. പ്രൊഫൈൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്കോഴ്സാണ് ഇപ്രാവശ്യത്തെ എക്സാമിന്. മേ ബി അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കറക്റ്റ് പ്രിപ്പോസിഷൻസ് അനുസരിച്ച് പ്രൊഫൈൽ ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രൊഫൈൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാസ്റ്റ് വൺ എഡിറ്റിംഗ്. ലാസ്റ്റ് ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എഡിറ്റിങ്ങിൽ ഇവിടെ റിലേറ്റീവ് പ്രോണോണും കൊളോക്കേഷനും ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണം റിലേറ്റീവ് പ്രോണോണും കൊളോക്കേഷനും എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.